പഞ്ഞി പോലത്തെ നല്ല സ്വാദുള്ള വട്ടയപ്പം ഉണ്ടാക്കാം. ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി. ഇനി ഈ പൊടിയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം. മാറ്റി വെച്ച അരിപ്പൊടിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കാം. കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കട്ടകളില്ലാണ്ട് ലയിപ്പിക്കണം. ഇനി ചെറിയ തീയിൽ കുറുക്കാം. പാകത്തിന് കട്ടിയായിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് വേഗം വേറെ പാത്രത്തിലേക്ക് മാറ്റി ചൂട് കുറയ്ക്കാൻ വെക്കാം. 1/4 കപ്പ് നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. ഇനി കുറുക്കിയെടുത്ത് ചൂടാറാൻ വെച്ച കപ്പി കാച്ചിയതും കൂടി ബൗളിലേക്ക് മാറ്റാം. 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, ഇത്തിരി ഉപ്പ്, 3 ഏലക്കായുടെ തരി ചേർത്ത് എല്ലാം യോജിപ്പിക്കാം. വെള്ളം പാകത്തിന് വേണം. അരിപ്പൊടി അബ്സോർബ് ചെയ്യണതിനനുസരിച്ച് വെള്ളം വേണം. ഇഡ്ഡലിമാവിന്റെ പാകത്തിന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കാം. ബൗളിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ 2 തവണയായിട്ട് അരച്ചെടുത്തു. പുളിക്കാൻ വെക്കണം. ഇനി അടച്ചിട്ട് 6 മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ പാകത്തിന് ഫെർമെന്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പതുക്കെ ഇളക്കിയിട്ട് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഒഴിക്കാം. 1 ടീസ്പൂൺ നെയ്യ് എല്ലാ ഭാഗത്തും ആവണ പോലെ പുരട്ടണം. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. ഇനി മാവ് ഒഴിക്കാം. ഇത്തിരി കട്ടിയിലാണ് ഉണ്ടാക്കണേ. 1/2 പാത്രം വരെ ഒഴിച്ചാൽ മതി. സ്റ്റീമറിൽ നല്ലോണം ആവി വന്നതിന് ശേഷം അത് വെക്കാം. മാവ് ധാരാളം ഉള്ളതുകൊണ്ട് 30 മിനിറ്റ് വേണ്ടി വരും വേവാൻ. ലോ ടു മീഡിയം ഫ്ലെയിം മതി. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം. മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആണ്.